പഞ്ചായത്തിൽ ഏറ്റവും റിസ്ക് പിടിച്ച റോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടവണ്ണപ്പാറ ഓട്ടുപാറ കൂളിമാട് റോഡ് എന്ന് തന്നെ പറയാം. അത്രക്കും ബുദ്ധിമുട്ടായി നിൽക്കുന്ന റോഡാട്ടത്. ഒരുപാട് വണ്ടികൾ രണ്ട് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന റോഡാണ് ഈ റോഡ്. പിന്നെ പുളിമാട് പാലം വന്നിട്ട് ഇപ്പം അധികം മാസങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല. ഏതായാലും ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യം ഇവിടെയുള്ള നാട്ടുകാരോടും അതുപോലെയുള്ള ഇത്ര യാത്രയോടും ചോദിച്ചാൽ മനസ്സിലാക്കാൻ ചെയ്യാൻ കഴിയും. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഈ റോഡിൻ്റെ ബുദ്ധിമുട്ട് കാരണം, യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു പറ്റം ആൾക്കാർ, സുഹൃത്തുക്കൾ, ചെറിയ കുട്ടികളടക്കം ഈ റോഡ് നന്നാക്കുന്ന ഒരു ഇതിലേക്ക് പെട്ടിരിക്കുകയാണ്. കണ്ടങ്ങൾ മണ്ണിട്ട്, അതായത് കുഴികളൊക്കെ മണ്ണിട്ട് നിരത്താണ്. അതിന് ചെറിയൊരു പിരിവ് നടത്തുന്നുണ്ട്, ബക്കറ്റ് പിരിവ് നടത്തുന്നുണ്ട്. നമ്മളെ കയ്യിൽ പങ്കാളി ആയവരാണ്, അവരൊക്കെയാണ് ഇവർ ഇതിൽ കാണുന്നത്. അവിടെ ഇതൊക്കെ ഒരു മണ്ണിട്ട് നിരത്തിയതാണ്. കണ്ടങ്ങളെ ഇത് നമ്മൾ കൂടുതൽ ലൈക്കും കാര്യങ്ങളും കൊടുക്കണം എത്ര പെട്ടെന്ന്. മണ്ണൊക്കെ കുഴികളൊക്കെ മണ്ണൊക്കെ നിരത്താണ്. ഇതൊക്കെ MLA-ൻ്റെയും MP-ൻ്റെയും മന്ത്രിൻ്റെയും മുഖ്യമന്ത്രിൻ്റെയും ഒക്കെ അടുത്ത് എത്തിക്കാണ് വീഡിയോ. അവിടെ റോഡിൻ്റെ ചേരും പോലെ അത് അവിടെ പൈസ പിരിപ്പിച്ചാണ് മണ്ണിട്ടിട്ട് ഇവർക്കുള്ള ചായ പൈസ ഇതുവരെ ഉണ്ടാക്കുകയാണ്. കണ്ടങ്ങൾ റോഡൊക്കെ നന്നാക്കി കഴിഞ്ഞ് ഏതാണ്ട് ഇവിടെ പിരിവൊക്കെ നടന്നു കൊടുക്കുന്നുണ്ടല്ലേ. ഒരു ചെക്കന്മാരൊക്കെ ഭയങ്കര കുറവന്മാരാണ്. ഇത്രയൊക്കെ നാട്ടുകാരായ നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. എന്തെങ്കിലും പറയാണ്ടോ? നാട്ടുകാരായ നമുക്ക് ടാർ ചെയ്യാൻ കഴിയില്ല, കോൺക്രീറ്റ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ചെറിയൊരു കെടുക്കൾ എല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ചെക്കന്മാരൊക്കെ ഭയങ്കര കുറവന്മാരാണ്. വീഡിയോൻ്റെ മുന്നിൽ വരാനൊക്കെ ഭയങ്കര കുറവന്മാരാണ്. അപ്പോൾ ഈ വീഡിയോ ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് ഈ MLA-ൻ്റെയും MP-ൻ്റെയും മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ അടുത്തെത്തിക്കുക. എന്താ ഇതിനൊക്കെ ഒരു ചേരും കുറഞ്ഞ ആലോചിക്കണം. യാത്ര ചെയ്യാനും നടക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുള്ള റോഡായി മാറി നമ്മുടെ എടവണ്ണപ്പാറ ഓട്ടുപാറ കൂളിമാട് റോഡ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യട്ടോ.